ഹലോ ആൾ, ദിസ് ഇസ് സനൂപ് ഹിയർ. പണ്ട് സ്കൂളിൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഡേറ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ അന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. BC ബിഫോർ ക്രൈസ്റ്റ്, അതേപോലെ തന്നെ AD അനോ ഡൊമിനി. എന്നാൽ ഇപ്പോൾ 2020 പുതിയ രണ്ട് ടേം വന്നിട്ടുണ്ട്. AC BC, ആഫ്റ്റർ കൊറോണ, അതേപോലെ തന്നെ ബിഫോർ കൊറോണ. ഭയങ്കര വലിയൊരു ഫേസ് ചേഞ്ചാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ആരും ഒരിക്കലും ഇങ്ങനെ ഇത്രയും സിവിയറായിട്ട് കൊറോണ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഇതിലും ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് ഇത് ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കൊരു വിചാരമുണ്ട്, കൊറോണ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതാണ് സ്ഥിതി എന്നുള്ള വിചാരമുണ്ട്. പക്ഷേ അടുത്ത 3 മാസം കഴിഞ്ഞിട്ട് ഇനി എത്രത്തോളം സിവിയർ ആവുന്നോ അല്ലെങ്കിൽ എത്രത്തോളം മെച്ചപ്പെടുന്നോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ബിസിനസ്സിൽ അങ്ങനത്തെ ഒരു ഫേസ് നമുക്ക് അറിയാൻ പറ്റും. കൊറോണയുടെ മുന്നേ ഇങ്ങനെയൊക്കെയായിരുന്ന സംഭവങ്ങൾ, അതേപോലെ തന്നെ ആഫ്റ്റർ കൊറോണ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ ഒരു ഇതിലായി. കൊറോണ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വരും. അപ്പോൾ നമുക്ക് BC എടുക്കുക, ബിഫോർ കൊറോണ ആയിരുന്നപ്പോൾ എന്താണ് സ്ഥിതി? എല്ലാവരും വളരെ പോസിറ്റീവാണ്, ബിസിനസ്സൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കണ്ടമാനം ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ നമ്മൾ എല്ലാവരും ഇത്രയും ഫിസിക്കൽ ഡെഫിസിറ്റൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മുടെ എക്കണോമി ഭയങ്കരമായിട്ട് താഴെ പോവും എന്നൊക്കെ വിചാരിച്ച് പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒറ്റയടിക്ക് കൊറോണ വന്നിട്ട് അതെല്ലാം കൊറോണയുടെ സ്വന്തം പേരിൽ ആക്കി മാറ്റിയത്. എന്ത് നെഗറ്റീവ് വന്നാലും അതൊക്കെ കൊറോണ കാരണമാണ്. പക്ഷെ അതിൻ്റെ മുന്നേയൊക്കെ നമ്മളെല്ലാവരും പോസിറ്റീവായിട്ടാണ് നമ്മുടെ എക്കണോമിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ സാധാരണ ആളുകളുടെ ജീവിതത്തിൽ കൊറോണയുടെ മുന്നേ എല്ലാം നല്ലൊരു സമയമുണ്ടായിരുന്നു. ബിസിനസ്സസ് നന്നായിട്ട് നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ IT ഫേംസും അങ്ങനത്തെ കുറേ കമ്പനീസൊക്കെ എല്ലാം IT പാർക്സിലൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നു. കണ്ടമാനം പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കിട്ടുന്നു, അവരതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നു. ആളുകളുടെ കയ്യിൽ നല്ല സാലറി കിട്ടുന്നു, അവരെല്ലാവരും ഡിസ്പോസിബിൾ ഇൻകം വളരെ കൂടിയ ഒരു എമൗണ്ട് കിട്ടുന്നു. അതെല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ സ്പെൻഡ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. എല്ലാം ഒരു നല്ല ടൈം ഉണ്ടായിരുന്ന സമയമാണ്. എന്നാൽ കൊറോണ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കൊറോണയുടെ മുന്നേ നമ്മൾ നോക്കുമ്പോൾ ആളുകൾ ജോലിക്കൊക്കെ കയറി നല്ല ഡിസ്പോസിബിൾ ഇൻകമൊക്കെ കിട്ടുമ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നല്ലൊരു വീട് വെക്കണമെന്ന്. അപ്പോൾ നല്ലൊരു വീട് വെക്കണം എന്ന് പറഞ്ഞ ആഗ്രഹം വെച്ച് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾ ഒരു 5 to 10 lakh പെർ ആനം സാലറി ഉണ്ടാക്കുന്ന ആൾ വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് ഒരു 50-60 ലക്ഷം രൂപയുടെ വീട് വെക്കണം എന്നൊരു പ്ലാനായിട്ട് പോകുമ്പോൾ അതിലെന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആ സ്ഥലം വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ വീട് വെക്കുമ്പോഴും ലോണായിട്ടാണ് വെക്കുക. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സാലറിയുടെ 80% ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ ബാക്കിയുള്ള പൈസയ്ക്കാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. 80% EMIയിലായിട്ട് പോവുകയും 1-2 വർഷങ്ങളൊന്നുമല്ല 20 വർഷം EMI ആയിട്ട് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ സാധാരണ മിഡിൽ ക്ലാസ് ആളുകൾക്കൊക്കെ വീട് വെക്കാൻ പറ്റുമായിരുന്നു, 20 കൊല്ലം ഒരു ലോങ് ടേം ഇതിൽ വീട് വെക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു കമേഴ്ഷ്യൽ സ്പേസ് അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിംഗ് അത് വാങ്ങിച്ചിട്ട് അത് റെൻറ്റിന് കൊടുക്കുന്ന കാര്യം ആലോചിക്കാനേ പറ്റില്ല. കാരണം ഒരു വീട് വെക്കണതിൻ്റെ 10 ഇരട്ടി ഇൻവെസ്റ്റ്മെൻറ്റാണ് ഒരു കമേഴ്ഷ്യൽ സ്പേസ് എക്വയർ ചെയ്യാനായിട്ട് ആവശ്യം. അപ്പോൾ അത് ആലോചിക്കാൻ തന്നെ പറ്റൂലായിരുന്നു. പക്ഷേ പുതിയൊരു കോൺസെപ്റ്റ് REIT, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടിൽ റൈറ്റ്സ് എന്ന് പറയും. പക്ഷേ റൈറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ RIGHTS എന്ന് എടുക്കരുത്. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഷെയർസ് തന്നെ വേറെ ഉണ്ട്. പക്ഷേ ഇത് REIT, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്, 2013 വന്നൊരു കോൺസെപ്റ്റാണ്. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ വെഹിക്കിളാണ് ഈ REITS അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഇൻകം ആളുകൾക്ക് വെക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. എന്നാൽ ഒരു കമേഴ്ഷ്യൽ സ്പേസ് എടുക്കുമ്പോൾ അത് ആലോചിക്കാൻ തന്നെ പറ്റില്ല, കാരണം അതിൻ്റെ 10 ഇരട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ സാധാരണ ഒരാൾക്കത് എഫോർഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ റൈറ്റ്സ് വന്നപ്പോൾ എന്താ എൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു റൈറ്റ്സ് ഇഷ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അവിടെ നടക്കുന്നത്. എല്ലാവരും കൂടി
ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് വെച്ചിട്ട് ഒരു കമേഴ്ഷ്യൽ ഏരിയ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ സ്പേസ് അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ IT പാർക്സ് എന്തെങ്കിലും അത് വെച്ചിട്ട് വാങ്ങുകയും അതിൽ നിന്ന് കിട്ടുന്ന റെൻ്റൽ ഈൽഡ് അല്ലെങ്കിൽ റെൻ്റൽ ഇൻകം ആ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സാക്ട്ലി സിമിലർ ലൈക്ക് എ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മളെല്ലാവരും ചെറിയ എമൗണ്ട് വെച്ചിട്ട് വലിയൊരു ഫണ്ട് കളക്ട് ചെയ്തിട്ട് അത് കമ്പനീസിൻ്റെ ഷെയർസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡെറ്റ് പേപ്പേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ റൈറ്റ്സിൽ എന്താ നടക്കണതെന്ന് ചോദിച്ചാൽ ആളുകളുടെ പൈസ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് അത് വലിയ IT പാർക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും IT പാർക്സ് ലീസ് ഔട്ട് ചെയ്യുകയും അതിൽ നിന്ന് ഉള്ള ബിസിനസ്സസ് കൊടുക്കുന്ന റെൻറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഇൻകം ഉള്ള ആളുകൾക്ക് വരെ ഇങ്ങനത്തെ വലിയ കമേഴ്ഷ്യൽ സ്പേസിലൊക്കെ ചെറിയൊരു ഭാഗമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുമാത്രമല്ല അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെൻ്റൽ ഇൻകം നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ പഴയ പോലെ ഒരു റെൻ്റൽ ഇൻകം കിട്ടണമെങ്കിൽ നല്ലൊരു കമേഴ്ഷ്യൽ സ്പേസ് വാങ്ങിക്കണമെങ്കിൽ അത്രയും ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. നമുക്ക് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടും. 2013 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 2 ലക്ഷം രൂപയായിരുന്നു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നാൽ 2019 ബഡ്ജറ്റിൽ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ബൂസ്റ്റ് റൈറ്റ്സിന് കിട്ടി. 50,000 രൂപയായിട്ട് അത് കുറച്ചു. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 50,000 രൂപയായിട്ട് കുറച്ചു. അങ്ങനെ ആദ്യത്തെ റൈറ്റ്സ് ഇഷ്യൂ 2019 വന്നു. എംബസി പാർക്ക് IPO ബാംഗ്ലൂരിലുള്ള ഒരു IT പാർക്കാണ്. അതിൻ്റെ റൈറ്റ്സ് ഇഷ്യൂ 300 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തത്. ഇപ്പോഴത്തെ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 354 രൂപയാണ്. 514 രൂപയോളം പോയിട്ടുണ്ട് ഹൈ. 24 രൂപ ഡിവിഡൻറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 24 രൂപ കിട്ടുന്ന ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ IT പാർക്കിൽ നിന്ന് അവർ ജനറേറ്റ് ചെയ്യുന്ന റെൻറ്റിൻ്റെ നമ്മുടെ ഓഹരിക്കുള്ള ഒരു ഷെയർ മാത്രമാണ്. അത് റെൻ്റൽ ഇൻകമാണ്, ഷെയർ മാത്രമാണ്. അപ്പോൾ എംബസി പാർക്കിൻ്റെ IPOയുടെ സക്സസ്സിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു പുതിയൊരു IPO വന്നിട്ടുണ്ട്. കുറേ പേരായി ചോദിക്കുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ IPOയിൽ സബ്സ്ക്രൈബ് ചെയ്യാമോ എന്നൊക്കെ. ഇപ്പോൾ അടുത്ത് റോസറി ബയോടെക്കിൻ്റെ IPO നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞു 455 രൂപയ്ക്ക് ഭയങ്കര എക്സ്പെൻസീവ് സ്റ്റോക്കാന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ഡേന് തന്നെ വി ഗോട്ട് അറൗണ്ട് 70% റിട്ടേൺസ് റോസറി ബയോടെക്കിന്. അപ്പോൾ എല്ലാവരുടെയും കുറേ ആളുകൾക്കൊക്കെ ഇതിൻ്റെ വർക്കിംഗ് ഒന്നും അറിയില്ല. എല്ലാവരുടെ വിചാരം IPO എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ളവർക്ക് കിട്ടും, ലിസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെ പൈസ ഭയങ്കരമായിട്ട് കയറും എന്നൊക്കെയാണ്. പക്ഷേ അത് ഷെയർസിൻ്റെ ചിലപ്പോൾ അങ്ങനെ ആവാം, എൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അങ്ങനെ ആവാം. എന്നാൽ റൈറ്റ്സിൻ്റെ IPO ഇപ്പോൾ വന്നിരിക്കുന്ന മൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ്സിൻ്റെ IPO, ഇത് മൈൻഡ് സ്പേസ് എന്ന് പറയുന്നത് അവർക്ക് കണ്ടമാനം IT പാർക്സ് ഉണ്ട്. ഇന്ത്യയിലുള്ള മെട്രോസ് ആയിട്ടുള്ള ബോംബെ, മുംബൈ, ചെന്നൈ, പൂനെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് IT പാർക്ക് ഉണ്ട്. അവിടെ നിന്ന് കണ്ടമാനം റെപ്യൂട്ടഡ് ആയിട്ടുള്ള MNC കമ്പനീസ് റെൻറ്റഡ് ആണ്. വളരെ നല്ല IT പാർക്സ് ആണ്, നല്ല ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള IT പാർക്സ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് നമ്മൾ ഈ മൈൻഡ് സ്പേസിൻ്റെ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയാലും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ IPOയിൽ സബ്സ്ക്രൈബ് ചെയ്യാമോ, ഈ വിലയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന്. 274-275 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. മിനിമം ലോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50,000 രൂപ വരെ താഴേക്ക് കുറച്ചപ്പോൾ ഏകദേശം 55,000 റുപ്പീസ്. 275 സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ 55,000 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഈ IT പാർക്സിൻ്റെ ഈ മൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള IT പാർക്കിൻ്റെ അതിൻ്റെ മെയിൻ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കെ റഹേജ കോർപ്പ്, KRC ഗ്രൂപ്പും അതേപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഗ്രൂപ്പും കൂടിയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ എംബസി IT പാർക്കിൽ അവരും അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റേഴ്സാണ്. അവരും മൈൻഡ് സ്പേസിൽ ചെറിയൊരു പോർഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ 4,500 കോടി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ്സ് ഇഷ്യൂ ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് ഒരു കാര്യം നോക്കുക. ഒരു കമ്പനി IPO കൊടുക്കുമ്പോൾ IPOന്ന് റേസ് ചെയ്യുന്ന പൈസ പല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. ചില കമ്പനീസ് അത് കടം വീട്ടാനായിട്ട് ഉപയോഗിക്കും, ചില കമ്പനീസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് സെല് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഇവിടെ 4,500 കോടിയിൽ 1,000 കോടി മാത്രമേ ഉള്ളൂ ഫ്രഷ് ഇഷ്യൂ, പുതിയതായിട്ട് ആ പൈസ റേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കി 3,500 crores എന്ന് പറഞ്ഞാൽ ഓഫർ ഫോർ സെയിലാണ്, OFS എന്ന് പറയും. ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് അവരുടെ കയ്യിലുള്ള ഷെയർ നാട്ടുകാർക്ക് കൊടുത്തിട്ട് അവർ പൈസ എടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പൈസ
കമ്പനിക്ക് വരില്ല. ഓൾറെഡി നേരത്തെ ഉള്ള ഇൻവെസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1000 crores മാത്രമേ ഫ്രഷ് ആയിട്ട് വരുള്ളൂ. ആ പൈസ അവർ IPOയുടെ ഈ മൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ കുറേ ആ കാര്യങ്ങൾക്കും അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമോ ഇല്ലയെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ സാധാരണ ഒരു കമ്പനീൻ്റെ ഷെയറിൽ വരുമ്പോൾ ഇത്രയും ഡിബറ്റ് ലിസ്റ്റ്, ഇത്രയും വലിയൊരു നല്ലൊരു ലിസ്റ്റിംഗ് പ്രതീക്ഷിച്ചു കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത് റൈറ്റ്സ് ആണ്. റൈറ്റ്സിൽ ഒരിക്കലും ഇത്രയും വലിയ സ്റ്റോക്ക് മൂവ്മെൻ്റ് ഒന്നും വരില്ല. ഓക്കെ, മെയിൻലി റൈറ്റ്സ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റെൻ്റൽ ഇൻകം, അതായത് ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടാക്സ് ഫ്രീ ഡിവിഡൻസുമാണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്, ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ പ്രൈസിന് ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാമോ എന്ന് നമുക്ക് സ്വന്തം ആലോചിച്ചാൽ കിട്ടും. ഇപ്പോൾ IT പാർക്സ് ആണ് ഇവരുടെ മെയിൻ ഡൊമെയിൻ. IT പാർക്സ് ഓൾമോസ്റ്റ് എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ്. ഓൾറെഡി ഈ IT പാർക്സിലൊക്കെ ഓൾറെഡി നല്ല MNCs ഒക്കെ ഓൾറെഡി റെൻറ്റഡ് ആണ്. പക്ഷേ അവരൊന്നും ഈ ആഫ്റ്റർ കൊറോണ ഞാൻ പറഞ്ഞിട്ടുള്ള ആ പീരീഡ് കഴിഞ്ഞിട്ട് ഈ എഗ്രിമെൻറ്റ്സ് ഒന്നും റിന്യൂ ചെയ്തിട്ടില്ല. പക്ഷേ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്, നല്ല സ്ട്രോങ് ബിസിനസ്സുമാണ്, നല്ല സ്ട്രോങ് കമ്പനീസാണ്. ഈ കമ്പനീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് റെൻറ്റ് കൊടുക്കാം, വേറെ അതിൽ ഒരു ഡൗട്ടില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇനി അടുത്തുള്ള കാര്യമൊന്നും വളരെ നമുക്കൊരു എന്താ സംഭവിക്കാൻ പോകുന്നത് നല്ല ഡിസംബർ വരെയൊക്കെ ചിലപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വർക്ക് ഫ്രം ഹോമും ഇതൊന്നും റിന്യൂ ചെയ്തില്ലെങ്കിൽ റെൻ്റൽ ഈൽഡ് കുറയും. അപ്പോൾ ആവറേജ് നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ എംബസി പാർക്കിൻ്റെ IPO ആയിട്ട് കമ്പയർ എംബസി പാർക്കിൻ്റെ റൈറ്റ്സ് ഇഷ്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എംബസി പാർക്ക് ഒരു കൊല്ലം കഴിഞ്ഞ കൊല്ലം സെൻസെക്സ് 1% റിട്ടേൺ കൊടുത്തപ്പോൾ ഇവർ ഏകദേശം 8% റിട്ടേൺ കൊടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ മൈൻഡ് സ്പേസിൻ്റെ റൈറ്റ്സ് ഇഷ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സമയത്ത് നമ്മൾ ആ IPOയിൽ 4500 കോടിയാണ് അവർ റേസ് ചെയ്യണത്. അതിൻ്റെ അകത്ത് 1000 crores വേണ്ടി മാത്രമാണ് ഫ്രഷ് ഇഷ്യൂ ഉള്ളൂ. ബാക്കി 3500 crores ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ചെയ്യണേണ്, ഓഫർ ഫോർ സെയിൽ നിന്ന് എക്സിറ്റ് ചെയ്യണേണ്. അപ്പോൾ അവർ എന്തെങ്കിലും അത്രയും മെച്ചമില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ചെയ്യണം, ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണ സമയത്ത് നമ്മൾ നോക്കുക ഈ ഇഷ്യൂ പ്രൈസിനെ കാട്ടി താഴെ കിട്ടുമ്പോൾ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ്, അതായത് 2-3 കൊല്ലമല്ല ഒരു 10 years പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ റെൻ്റൽ ഇൻകം നിന്ന് നമുക്ക് ഡിവിഡൻഡ് ഈൽഡ് കിട്ടാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ നമുക്കൊരു ഫ്യൂ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് എങ്കിലും നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം വേറെ ഒന്നുമല്ല, നല്ല ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള IT ഹബ്സാണ്. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഉള്ള റെൻ്റലിന് എടുത്തിരിക്കുന്ന ലീസ് ഔട്ട് ചെയ്തിരിക്കുന്ന കമ്പനീസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ടോപ്പ് കമ്പനീസാണ്. പക്ഷേ ഈ ഫേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഫ്റ്റർ കൊറോണ ഫേസിൽ ഇത് ഇനി എപ്പോഴാണ് ഈ കമ്പനീസൊക്കെ തിരിച്ച് ഇവരുടെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ റിന്യൂ ചെയ്യുക, ഇതിൻ്റെ ഇനി റെൻറ്റും കാര്യങ്ങളൊക്കെ കൂട്ടോ എന്നൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. സോ കുറച്ച് വെയിറ്റ് ചെയ്യുക. റെൻ്റൽ ഇൻകം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഇത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. 275 രൂപയാണ് ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ്. 200 ഷെയർസാണ് മിനിമം വാങ്ങിക്കേണ്ടത്. 55,000 rupees ആണ് ഇതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. IPO 29th ക്ലോസ് ചെയ്യും, പക്ഷേ വെറി നോട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ വേണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിനും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക്. അപ്പം ഞാൻ നേരത്തെ ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ അകത്ത് ട്രഡീഷണൽ ബ്രോക്കേഴ്സും അതേപോലെ തന്നെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ പല ആളുകൾക്കും അത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ കുറ്റം പറഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്ത്, എൻ്റെ ടോണിൻ്റെ കുഴപ്പമാണ്. പക്ഷേ ഉള്ള കാര്യമാണ് പറഞ്ഞത്. കുറേ പേർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നില്ല ഇവരൊന്നും ഇല്ലാതെ പോകുന്നൊന്നും പറയുന്നില്ല. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ് അത്രയും ടെക്നോളജി വെച്ചിട്ട് അത്രയും ലെവറേജ് ചെയ്തിട്ടാണ് അവർ ഈ സ്പേസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുറേ ന്യൂസ് കേൾക്കുന്നുണ്ട്, സെബി DMA അഥവാ ഡയറക്റ്റ് മാർക്കറ്റ് ആക്സസ് റീറ്റെയിലേഴ്സിന് കൊടുക്കാൻ പോയെന്ന്. ഡയറക്റ്റ് മാർക്കറ്റ് ആക്സസ് എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി നമുക്ക് ഷെയർസ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഓർഡർ എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ ബ്രോക്കേഴ്സാണ്. DMA കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓർഡർ കൊടുക്കണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കാം. മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഡയറക്റ്റ് ഫണ്ട് വന്ന പോലെ, നടുക്കൊരു ഇൻ്റർമീഡിയേറ്ററി ഇല്ലാത്ത ഡയറക്റ്റ് ഫണ്ട് വന്ന പോലെ ഇനി ഷെയർസ് വാങ്ങിക്കണമെങ്കിലും ഡയറക്റ്റ് എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് ഓർഡർ കൊടുക്കാനായിട്ടൊരു പ്രൊപ്പോസൽ വന്നിട്ടേ ഉള്ളൂ. ഇറ്റ്സ് അണ്ടർ ഡിസ്കഷൻ.
ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ എല്ലാം ലിസ്റ്റഡ് ബ്രോക്കിംഗ് കമ്പനീസും താഴെ പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അത് ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് നടക്കുകയും ചെയ്യും. ഇപ്പോൾ DMA കൊടുത്തിരിക്കുന്നത് ആ കൂടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനാണ്. FIIസിനും DIAസിനും മാത്രമാണ് ഡയറക്റ്റ് എക്സ്ചേഞ്ചിൽ ഓർഡർ കൊടുക്കാനുള്ളൊരു ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം വിചാരിച്ചാൽ സെബിയാണ് ചിലപ്പോൾ അത് ചെയ്തിരിക്കും. അതിനനുസരിച്ചിട്ട് ബ്രോക്കേഴ്സ് അവരുടെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്താൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലുണ്ട്. ന്യൂസ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.